രാഹുലെ ഒരു കാര്യം, അതായത് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഈ ഗസ്റ്റ് ഓഫ് ദ ജഡ്ജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, കാര്യം ഇത് അറിയാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി പറയാണ് എന്തൊക്കെ സുഖസൗകര്യങ്ങൾ അവിടെ കിട്ടുക. 16 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്, പ്രത്യേകിച്ച് സ്റ്റേഷൻ ജാമ്യം തരുന്ന കാര്യത്തിൽ. ഈ ജയിലില് ഈ പണ്ടത്തെ പോലെ മറ്റേ എന്താ പറയണേ അരിയുണ്ടയോ സാധനങ്ങളും അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഈ ജയിലിൽ കിടക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ്. ആ സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനം. ഈ എന്താ പറയണ ജയിലാണ്. വനിതാപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ജയിലിൽ കിടക്കുന്നതിന് ഒരു കാൽപ്പനികതയില്ല. അങ്ങനെ ഏതെങ്കിലും സ്ത്രീക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് 14 ദിവസം ജയിലിൽ കിടന്നാൽ മതി. അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് കിടക്കുമ്പോഴേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ കൊടുക്കുന്ന വ്യാജ പരാതിയാണോ? മാത്രമല്ല അല്ല, ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ജാതീയത, ഇവിടുത്തെ വർഗീയത. അല്ല, പുരുഷന്റെ ആ മാനസികാരോഗ്യമാണോ നിങ്ങളുടെ വിഷയം? വേറൊരു വിഷയമല്ലേ? 80% ജനത ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ഇഷ്യൂസ് ആണ്. അതായത് ക്യാപിറ്റലിസം പോലെയുള്ള, കാസ്റ്റിസം പോലെയുള്ള സിസ്റ്റമിക് അല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലെ ആൾക്കാർ വേട്ടയാടിയില്ലേ? നിവിൻ പോളിയെ വേട്ടയാടിയില്ലേ? എത്രയോ പേരെ വേട്ടയാടി. അപ്പൊ ഇവരോടെല്ലാം നിങ്ങൾ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി ഒരാഴ്ച പോയി ജയിലിൽ കിടക്കൂ എന്ന് പറയുന്നത് അന്യായമല്ലേ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കുമ്പോഴേ അതിന്റെ വേദന അറിയൂ.